അപ്പോൾ ഞാൻ KSBയിലേക്ക് വിളിച്ച് സംസാരിക്കുകയുണ്ടായി. എൻ്റെ അമ്മയെ രോഗിയാണ് സാറേ, എനിക്ക് സപ്ലൈ വേണം. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. പക്ഷെ ഇത്രയും ഒരു അതിക്രമം നമ്മുടെ കൺമുമ്പിൽ നടക്കുമ്പോൾ നമ്മൾ അറിഞ്ഞപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അല്ലെങ്കിൽ നിയമങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ റൗഡിത്തരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും തൻ്റെ ഇടം അല്ലെങ്കിൽ അതിലുപരി അവരുടെ അധികാര ദുർവിനിയോഗം എന്ന് കാണിക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഈ വീഡിയോ ആരും കാണാതെ പോകരുത്. കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കല്ലൂർക്കാട് പഞ്ചായത്തിലെ പെരിക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഈ ഒരു പോസ്റ്റുമായിട്ട്, ഈ ഒരു ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇത് ശരിക്കും ഒരു 3 കൂടിയ ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിലാണ് ഇവർ ഈ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ ഇടപെട്ട് ഇതൊരു ചെറിയൊരു വഴിയാണ്, ഇതിൻ്റെ 3 വഴിയിലും ഒരു 20-30 മീറ്റർ മാറി 3 ലൊക്കേഷൻ ഉണ്ട് നമുക്ക് ഇതുപോലത്തെ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ. അപ്പോൾ അവരോടൊന്ന് മാറ്റി സ്ഥാപിക്കാൻ പറഞ്ഞപ്പോൾ അവർ തൻ്റെ ഇടത്തോടെ ധാർഷ്ട്യത്തോടെ ഇവിടുത്തെ പറമ്പിൽ അതിക്രമിച്ച് കയറി പോസ്റ്റ് ഒരു സ്റ്റേ വരെ സ്ഥാപിച്ചിട്ടാണ് അവർ പോയത്. കോൺട്രാക്ട് വർക്കേഴ്സും ഉണ്ട്, അതുപോലെ അവിടുത്തെ ഓഫീസർമാരും എല്ലാവരും ഉണ്ട്. പിന്നെ ഇവിടെ പണി തുടങ്ങിയപ്പോൾ ഇവർ ഈ നാട്ടുകാർ പ്രതിഷേധിച്ച് ഇത് പണി നിർത്തി കഴിഞ്ഞപ്പോൾ ഈ വഴിയിലേക്കുള്ള കറണ്ട് കണക്ഷൻ വിച്ഛേദിച്ച്, അതായത് ഈ വഴിയിലേക്കുള്ള ഒരു 10-20ഓളം വീടുകൾ, അവിടുത്തെ കുട്ടികളും അവിടുത്തെ കർഷകരും പശു വളർത്തലുണ്ട്, കോഴി വളർത്തലുണ്ട്, അവിടെ എല്ലാവർക്കും ഒരു 2 ദിവസത്തോളം കറണ്ട് ഇല്ലാത്തൊരവസ്ഥ വരെ വരുത്തിക്കണ രീതിയിൽ അവർ ഇവരോട് എന്താ പറയുക പെരുമാറിയിട്ടാണ് അവർ പോയത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ തന്നെ നിങ്ങളോട് പറയും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടേക്കാം കേട്ടോ. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നിലവിൽ വർഷങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന ട്രാൻസ്ഫോമർ ഉണ്ട്. അത് മാറ്റി സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഈ പരാതിയും പ്രശ്നങ്ങളും. അപ്പോൾ അത് മാറ്റി ഇവിടെ ഇപ്പോൾ ഈ പരാതിയുള്ള സ്ഥലം ഒരു ജംഗ്ഷനാണ്. അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫോമർ KSB സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒരു വളവാണ്, ഒരു ജംഗ്ഷനാണ്, ഒരു വളവാണ്. അത് കൂടാതെ അതിൻ്റെ ബാക്കിൽ ഒരു പുരയിടമാണ്. അപ്പോൾ ചിത്രങ്ങളിൽ കാണുമാതിരി ഒരു തെങ്ങാണ്, തെങ്ങിൻ്റെ ചോട്ടിലാണ് ഇത് വെക്കാൻ പോകുന്നത്. പിന്നെ ജാതി, ആഞ്ഞിലി, പ്ലാവ് ഇതെല്ലാം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. കണ്ടാൽ അറിയാമല്ലോ, അതാണ് സ്ഥിതി, ഈ പ്രദേശത്തിൻ്റെ സ്ഥിതി. എവിടെ നിന്ന് വന്നാലും ഏത് ഡയറക്ഷനിൽ നിന്ന് വന്നാലും ഈ ട്രാൻസ്ഫോർമറിൽ ഇരിക്കുന്ന കാഴ്ചയിൽ കിട്ടില്ല, ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത് കൂടാതെ ഈ ട്രാൻസ്ഫോർമർ ഇവിടെ വെച്ച് ഒരു വേലിയോടെ കിട്ടിയാൽ ഈ റോഡിൻ്റെ ഒരു വില്ലേജ് റോഡാണ്, ഈ റോഡിൻ്റെ ഉള്ള വീതിയോടെ പോയി ഇതിലെ ട്രാഫിക്ക് ഒരു ദുഷ്കരമായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ സൈഡിലുള്ള കാടെല്ലാം നിങ്ങൾക്ക് കാണാം. ആകെ കൂടി എന്താണുള്ളത്, ഈ റോഡിൻ്റെ ഈ ടാറിട്ട ഭാഗം മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം കെട്ടി അസൗകര്യമാണ്. ഇത് ഇവിടെ സ്ഥാപിക്കാനായിട്ട് ഈ കാല് കൊണ്ടുവന്ന് കുഴിച്ചിടുമ്പോഴാണ് ഇത് ഈ ഇന്ന പദ്ധതിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ അവരോട് പറയുകയും, അതുപോലെ തന്നെ 7/11 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മൂവാറ്റുപുഴയ്ക്ക് പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഈ പരാതി കൊടുത്തു, അവിടെ നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല, യാതൊരു ഇതുമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂർ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കും പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഇത് അവിടെ നിന്ന് ഒരു ഇത് കിട്ടാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ADMന് പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഈ പരാതികളെല്ലാം നിലയ്ക്ക് ചെയ്താണ്, അതൊന്നും മാനിക്കാതെയാണ് ഇപ്പോൾ ഈ പണിയെല്ലാം അവർ വന്ന് റൗഡിത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു നിയമലംഘനവും അല്ലെങ്കിൽ നിയമങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ റൗഡിത്തരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനോടനുബന്ധിച്ച് ഈ പഞ്ചായത്തിൻ്റെ ഒരു റെസൊല്യൂഷൻ, പഞ്ചായത്തിൻ്റെ ഇതിവിടെ പറ്റിയ സ്ഥലമല്ലെന്നും വേറെ ഇത് മാറ്റി സ്ഥാപിക്കുന്ന റെസൊല്യൂഷനുണ്ട്, അതും കാണിച്ചിട്ട് അതും പ്രയോജനമില്ലാതെ അവരുടെ തോന്നിയാസം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. ആ ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇത് അത് കഴിഞ്ഞിട്ട് അവരാളെ വിട്ട് ഇവിടെ കയറാൻ നോക്കും. അപ്പം ഞാനിവിടെ മറ്റേ പോസ്റ്റില്ല, ഈ പുതിയ പോസ്റ്റിൽ അനുമതിയില്ല, അതിൻ്റെ കയറണ്ടെന്ന് പറഞ്ഞ് ഞാൻ തടസ്സപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഇതായിട്ടാണ് വന്ന് ഇവിടെ ഈ പ്രദേശത്തുകളുടെ ഒരു ദിവസം 21-ാം തീയതി രാവിലെ ഇവിടെ വന്ന് 9 മണിക്ക് ഇവിടെ വന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ പണിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പണിയാൻ സമ്മതിച്ചില്ല. ഉടനെ തന്നെ അവർ നിലവിൽ ഇതേ നിൽക്കുന്ന 2 പോസ്റ്റ്, ആ പോസ്റ്റ് ഈ പോസ്റ്റ് കണക്ഷൻ നിലവിലുണ്ടായിരുന്ന അത് ലൈൻ താഴത്തേക്ക് വലിച്ചിട്ട് അത് ഇവിടെ ഇതുണ്ടാക്കിയിട്ട് പിന്നെ അതിൽ പണിതാൽ മാത്രമേ ഈ പോസ്റ്റ് പണിതാൽ മാത്രമേ കയറ്റി കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് കയറ്റി കെട്ടാതെ ഒരു രാത്രി ഇവിടെ കറണ്ട് കണക്ഷൻ ഈ നാട്ടിലുണ്ടായിരുന്നില്ല. ഇത് ഇവരുടെ അധികാര ദുർവിനിയോഗവും പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇത് മേലധികാരികൾക്ക് പരാതി കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല. അതുപോലെ തന്നെ ഇന്നലെ ഒരു കാര്യമുണ്ടായി. ഇവിടെ ഒരു സ്റ്റേ, അതായത് ഈ അടുത്ത പറമ്പിലേക്ക് സ്റ്റേ കെട്ടാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവർ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ പറ്റില്ല എന്ന് പറഞ്ഞാൽ സ്റ്റേ കെട്ടാനുള്ള കുഴി മൂടി. അത് പിന്നെ അവർ മാറി കഴിഞ്ഞപ്പോൾ ബലമായിട്ട് അവിടെ കെട്ടിയിരിക്കുക. ഇത് അവർക്ക് തോന്നി, അവർക്ക് നിയമവും ചട്ടമൊന്നും ബാധകമല്ല, KSBക്ക്. ആ ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എങ്ങോട്ട് പരാതി അയച്ചാലും ഒരു പ്രയോജനം. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ലക്ഷങ്ങളുടെ ഒരു അഴിമതിയാണ്, ഇതിൻ്റെ പുറകിലൊരു അഴിമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രമാത്രം പരാതികൾ അയച്ചിട്ട് ആരെങ്കിലും ബന്ധപ്പെട്ടവരിവിടെ വരികയോ ഒന്ന് ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല.
ഇതാണ് അവസ്ഥ. ഇത് KSEB ഏത് ഡിവിഷന്റെ അണ്ടറിലുള്ളതാണ്? KSEB മൂവാറ്റുപുഴ ഡിവിഷൻ്റെ അണ്ടറിലുള്ള. അപ്പൊ ഇത് പരാതികൾ ഇപ്പൊ നമ്മൾ നിലവിൽ എവിടേക്കാണ് കൊടുത്തേക്കണം? പരാതികൾ നമ്മൾ പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മൂവാറ്റുപുഴയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോപ്പി AE കലക്ടർക്കാരന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പെരുമ്പാവൂരിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇത് കിട്ടാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ADM പരാതി കൊടുത്തിട്ടുണ്ട്. കാക്കനാട് ADM പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഇതൊന്നും കൂടെ പഞ്ചായത്തിന് പരാതി കൊടുത്ത് അത് സ്വീകരിച്ച് അവർ പഞ്ചായത്ത് റെസൊല്യൂഷൻ എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കോപ്പി കാണിച്ചു തരാം. ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ട്രാൻസ്ഫോമർ നമ്മുടെ നാടിന് ആവശ്യമാണ്. അപ്പൊ ഇതിന് ഒരു പരിഹാരം എന്ന രീതിയിൽ ചേട്ടൻ ഇപ്പൊ എന്താ പറയാ? ഇതിന് പരിഹാരം വേറെ മാറ്റി വെക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെ സ്ഥലങ്ങളുണ്ട്. സ്ഥലങ്ങളുണ്ട്. അത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഈ സ്ഥലങ്ങളുള്ള കാര്യം അവരോട് സൂചിപ്പിച്ചു അവർ സൂചിപ്പിച്ച് അതൊക്കെ വേറെ കാര്യം. അവിടെ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ തന്നെ സ്ഥാപിക്കണം എന്താണ് അവരുടെ പിടിവാശി. അവർ നാട്ടുകാരെ കേൾക്കാനോ അല്ലെങ്കിൽ നാട്ടുകാർ ഇങ്ങനെ വന്ന് കറണ്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബലമായിട്ട് കയറാൻ നോക്കുക. അതായത് ഇവിടെയൊക്കെ ഈ അനുമതി ഇല്ലാത്ത സ്ഥലത്ത് ഒന്നും കയറേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ സ്റ്റേ, ആ സ്റ്റേ അവരെ പറമ്പിൽ കെട്ടണ്ടെന്ന് പറഞ്ഞാൽ കെട്ടണ്ട, അല്ലാതെ അവർക്ക് കെട്ടാൻ പറ്റുമോ? സർവത്ര നിയമലംഘനങ്ങളും കാര്യങ്ങളും. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇതൊരു ലക്ഷങ്ങളുടെ ഒരു ഇടപാടാണ്. ആ ലക്ഷങ്ങളുടെ ഇടപാടിൻ്റെ ഷെയർ വീതമെടുപ്പുകാരാണ് ഇവരെല്ലാവരും. അതുകൊണ്ടാണ് ഇതൊന്നും നിയമവും ചട്ടമൊന്നും പാലിക്കാതെ സുഖമായിട്ട് മോള് മുതലുള്ള ആൾക്കാർ ഇതിനെ സൈഡ് ചെയ്തിട്ടാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ലക്ഷങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യം ചെയ്യില്ല. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയുള്ള എഞ്ചിനീയർക്ക് വലിയ കാര്യങ്ങൾ അവർക്ക് ശമ്പളം കിട്ടും. പോരാതെ അതിന് അഡീഷണൽ ആയിട്ടുള്ള ഇതിൻ്റെ വീതം മേടിക്കണം. അതുകൊണ്ടാണ് അവർ ഇതെല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കി നേരം വിളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു. ആ കോൺട്രാക്ടർ വന്ന് ചാടി നാട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കുക. ആ കോൺട്രാക്ടർ വഴക്കുണ്ടാക്കണില്ല കേട്ടോ, ഇവരായി വഴക്കുണ്ടാക്കണം പോകും. ഈ KSEB ആൾക്കാരെ വഴക്കുണ്ടാക്കണം വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇവരുണ്ട്. ഏത് ഓഫീസറാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കണേ. അപ്പം ഈ പോസ്റ്റും അവിടെ ആ കാണുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, ആ പുതിയതായിട്ട് ഒരു പോസ്റ്റ് വെച്ചിട്ടില്ലേ, ആ പോസ്റ്റിൻ്റെ അടുത്തും ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ 2 പോസ്റ്റുകൾ കണക്ട് ചെയ്തായിരുന്നു ലൈൻ കിടന്നിരുന്നത്. അപ്പോൾ അവർ രാവിലെ മറ്റേ ഈ പുതിയ പോസ്റ്റിലേക്ക് കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചില്ല. ഉടനെ തന്നെ അവിടുത്തെ ഉള്ള ആ ലൈൻ താഴത്തേക്ക് അഴിച്ചിട്ടിട്ട് പിന്നെ കെട്ടാതിരിക്കുക ചെയ്തത്. പറഞ്ഞാൽ മനസ്സിലാകും. ഇതാണ് ഇത്രയും ഇത് ചെയ്ത് രാത്രി ഒന്നും കറണ്ടില്ലാതെ വന്നു. അപ്പോഴേ ഈ പുതിയ പോസ്റ്റ് സ്ഥാപിച്ചത് കാണാമല്ലോ. അവിടെ നിന്ന് ഏണ്ട ഒരു 30 മീറ്റർ മാറി ഇവിടെ 8 മീറ്റർ വീതിയിൽ റോഡുണ്ട്. 8 മീറ്റർ വീതിയിൽ റോഡ്, യാതൊരു തടസ്സവും ഇല്ലാതെ 8 മീറ്റർ റോഡ് ഇവിടെയുണ്ട്. അങ്ങോട്ടൊന്നും മാറ്റി സ്ഥാപിക്കാനായിട്ടൊന്നും അവർ ശ്രമിക്കുന്നില്ല. അവർക്ക് അവിടെ തന്നെ ആ വീതി ഇല്ലാത്ത സ്ഥലത്ത് ട്രാഫിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള പിടിവാശി അവർ. അതാണ് അവരെ തലച്ചോണ്ട്. ഇത് ആദ്യത്തെ ഒരു ഓപ്ഷൻ. വേറെ ഓപ്ഷൻ ഉണ്ട്. വേറെ ഓപ്ഷൻ ഇത് വെക്കാൻ പറ്റിയ സ്ഥലമുണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി വീതിയാണ് കെട്ടിയേക്കുന്ന സ്ഥലമാണ്. ആദ്യം പറഞ്ഞ ഓപ്ഷനിൽ അത് പെരിക്ക് ആശ്രമം റോഡിലാണ് ആദ്യം പറഞ്ഞ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഇത് കാവക്കാടിന് പോകുന്ന വഴിയായി റോഡാണിത്. ഈ കാവക്കാട് പോകുന്ന റോഡിൽ ഇവിടുന്ന് ഒരു 30 മീറ്റർ ഉണ്ടോ? അത്രേ ദൂരമുണ്ടോ? 30 മീറ്റർ ദൂരത്തിൽ ആവശ്യ സ്ഥല സൗകര്യത്തിൽ യാതൊരു വളവോ അല്ലെങ്കിൽ ജംഗ്ഷനോ ഒന്നും ഇല്ലാത്ത സ്ഥലം അവിടെ ഉണ്ട്. അത് വെക്കാൻ പറ്റിയത് അവിടെയും വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അവിടെ യാതൊരു ചോലയോ അല്ലെങ്കിൽ യാതൊരു വൃക്ഷങ്ങളുടെ കുഴപ്പമൊന്നും അവിടെ ഇല്ല. അത് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ ഈ കനാലിൻ്റെ സ്ഥലം എടുത്തത് കിടപ്പുണ്ട്. ഫ്രീ ആയിട്ട് ഓപ്പണായിട്ട് കിടപ്പുണ്ട്. ആ ഓപ്പണായിട്ട് കിടക്കുന്നത് അവിടെയും ഈ പറഞ്ഞ ദൂരമേ ഉള്ളൂ. 10-30 മീറ്റർ 10-20-25 മീറ്റർ ദൂരത്തിൽ ഇത് മാറ്റി വയ്ക്കാൻ സൗകര്യമുണ്ട്. അതിനും ആർക്കും ഒരു തടസ്സവും ഇല്ലാത്ത കാര്യം. അപ്പോൾ ഇവിടെ ഈ ഇവർ അതിക്രമിച്ച് കയറുന്നതിന് ഉദാഹരണം ഒരു എക്സാമ്പിളാണ് ഇന്നലെ ഉണ്ടായത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതെല്ലാം സ്ഥാപിച്ച് കഴിഞ്ഞിട്ട് സ്റ്റേ കെട്ടാനായിട്ട് അടുത്ത പറമ്പിൻ്റെ ശ്രമിക്കുകയും അപ്പോൾ അവരതിനെ എതിർക്കുകയും അത് സ്റ്റേ കെട്ടാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം പിന്മാറിയിട്ട് വീണ്ടും അവർ അത് അതിക്രമിച്ച് ഇവിടെ സ്റ്റേ കെട്ടിയിരിക്കുക. ഈ 2 സ്റ്റേ അതിൻ്റെ തെളിവാണ്. ഈ സംഭവ ദിവസം രാവിലെ ഇവർ വന്നിട്ട് 8 മണിയോടുകൂടി ഇവർ കണക്ഷൻ ഡിസ്കണ്ടിന്യൂ ആണ് ചെയ്തത്. സാധാരണ ദിവസങ്ങളിൽ എന്തെങ്കിലും വർക്ക് നടക്കുമ്പോൾ ഇവരത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഈ പണി തീർന്നു കഴിയുമ്പോൾ വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി കറണ്ട് സപ്ലൈ തരാനാണ് പതിവ്. അപ്പോൾ ഇവിടെ ഈ സംഭവം നടക്കുമ്പോൾ അടുത്തുള്ള ജോസഫേട്ടൻ ഞങ്ങളുടെ നാട്ടുകാരോട് ഇടപെട്ട് ഈ പണി ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വാശിപ്പുറത്തായിട്ട് അവർ വൈകുന്നേരം 5 മണിയോടുകൂടി കറണ്ട് സപ്ലൈ തന്നില്ല എന്ന് മാത്രമല്ല
അന്ന് ആ ദിവസം വൈകുന്നേരം തൊട്ട് പിറ്റേ ദിവസം വൈകുന്നേരം, അതായത് ഒരു 24 മണിക്കൂറിൽ കൂടുതൽ ദിവസം ഞങ്ങൾ ഈ നാട്ടുകാർ 10-15 വീട്ടിലുള്ള അത്ര ആൾക്കാർ ഇരുട്ടിലായിരുന്നു. എൻ്റെ അമ്മ ഒരു തൈറോയ്ഡ് രോഗിയാണ്. അപ്പോൾ അമ്മയ്ക്ക് അസുഖങ്ങളുള്ള കാരണം തനിയെ താമസിക്കാനുള്ള ഇത് കുറവുള്ള ആളാണ്. അപ്പോൾ ഒരു ദിവസം കൂടുതൽ ഈ ഇരുട്ടിലായിരുന്നു. അപ്പോൾ വെളിച്ചവും കാറ്റും ഒന്നും ഇല്ലാതെ എനിക്ക് അമ്മച്ചീനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ KSBയിലേക്ക് വിളിച്ച് സംസാരിക്കുകയുണ്ടായി, എൻ്റെ അമ്മയെ രോഗിയാണ് സാറേ, എനിക്ക് സപ്ലൈ വേണം. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവർ ഭയങ്കര കട്ടായം ഒരുമാതിരി ഇരട്ടത്താപ്പ് പോലെ അഹങ്കാരത്തിലാണ് സംസാരിച്ചത്. അവർക്ക് സപ്ലൈ തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് 2 ദിവസങ്ങൾ ഇരുട്ടിലായിരുന്നു. ഇവർ ഒരു നിർബന്ധിച്ച് രാവിലെ വന്ന് ഒരു ശരാശരി ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്നതിലും കൂടുതൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു നിയമത്തിന് വിരുദ്ധമായിട്ട് അവർ കറണ്ട് കട്ട് ചെയ്തിട്ട് പോവുകയാണ് ഉണ്ടായത്. ഒരു തർക്കത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ തർക്കം തീരാതെ ട്രാൻസ്ഫോമർ കൂടെ പിടിപ്പിക്കേണ്ട കാര്യം അവർക്ക് ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ കറണ്ട് അവകാശം നിഷേധിക്കുകയാണ് ശരിക്കും KSB ആ ഒരു ദിവസത്തേക്ക് ചെയ്തിരിക്കുന്നത്. അത് ഇവിടെ ഒരു 3-4 വീട്ടുകാർത്തോളം കോഴി ഫാമുകളുണ്ട്. അതിൽ ഓരോന്നിലും 10,000-5,000 കോഴികളും വെച്ചുണ്ട്. ഇപ്പോൾ ഇവിടെ ക്രിസ്മസ് എക്സാം ടൈം നടക്കുന്ന സമയമാണ് കേരളത്തിൽ എല്ലായിടത്തും തന്നെ. അപ്പോൾ കുട്ടികൾക്കൊന്നും കറണ്ട് ഇല്ലാണ്ട് എങ്ങനെ പഠിക്കും? എല്ലാ വീട്ടിലും ഈ വിളക്കും കാര്യങ്ങളും വെച്ച് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അവരുടെയൊക്കെ പഠിത്തവും ഒക്കെ മുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലാണ്. ആ ഒരു ദിവസം ആരും പഠിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഒരു 1.5 ദിവസത്തോളം സമയത്ത് കോഴികൾക്ക് പോലും വെളിച്ചവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വീടുകളിലും വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. മോട്ടർ അടിക്കാനും കറണ്ടും ഇല്ലായിരുന്നു. ഇവരൊരു അഹങ്കാരത്തിന്റെ രീതിയിൽ ഞങ്ങളുടെ അവകാശം നിഷേധിച്ച് കറണ്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതൊരു വളവാണ്. ഇത് പറയുന്ന 3 കൂടി ഒരു T പോലത്തെ ജംഗ്ഷനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ട്രാൻസ്ഫോർ വരണ്ടാന്നൊരു വാശി കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടുന്ന് ഒരു 20-30 മീറ്റർ മാറി 3 സ്ഥലങ്ങളിലായിട്ട് ട്രാൻസ്ഫോർ വയ്ക്കാനുള്ള സംവിധാനവും സ്ഥലവും സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ ഒരു പോസ്റ്റ് മാത്രം ഉള്ളെങ്കിൽ ഒരു വാഹനം വന്നാൽ പോസ്റ്റ് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വൈകുന്നേരം സമയം കൊണ്ട് നമുക്ക് ശരിയാക്കി വീണ്ടും സപ്ലൈ കിട്ടും. പക്ഷെ അതേസമയം ഒരു ട്രാൻസ്ഫോമറാണ് പിടിപ്പിക്കുന്നതെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ ഒരു വാഹനം വന്ന് ഇടിച്ചോ അല്ലെങ്കിൽ തകരാറ് പറ്റി കഴിഞ്ഞാൽ 1 മാസത്തോളം ഞങ്ങൾ ഇരുട്ടിലായിട്ടിരിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം അതാണ്. ഇവിടെ നിന്ന് ട്രാൻസ്ഫോർ മാറ്റി ഇവിടെ വെക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞു വന്നത്. അല്ലാണ്ട് ഈ ഭാഗത്ത് ട്രാൻസ്ഫോർ വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു 30 മീറ്റർ മാറി അങ്ങോട്ടോ ഇങ്ങോട്ടോ വെക്കാനുള്ള സ്ഥലം ഞങ്ങൾ KSB കാണിച്ചു കൊടുത്താണ്. അവരത് കണ്ട് ബോധ്യപ്പെട്ടതുമാണ്. ഇതിവിടെ തന്നെ വെക്കണം എന്നാണ് അവരുടെ വാശി. അപ്പോൾ നമ്മൾ പരാതി കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ്, ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പരാതി കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് ഇവർ ഈ റൂട്ടിലേക്കുള്ള സർവേ ലൈനും കട്ട് ചെയ്തേച്ച് പോയത്. അപ്പം ഇങ്ങനെ ഇത് അന്ന് തന്നെ നമുക്ക് ടാങ്കിൽ വെള്ളമില്ല, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകണേ, കോഴി ഫാമുകളുണ്ട്, ഇതൊന്നും അവർ പരിഗണിച്ചില്ല. ഞങ്ങൾക്ക് കറണ്ട് തന്നുവിട്ട് 2 ദിവസത്തേക്ക് ഞങ്ങളെ ബന്ദിയാക്കും പോലെ ചെയ്തു. ഈ വിഷയത്തിൽ ഞങ്ങളെ കൊണ്ട് സാധ്യമായ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതി അയക്കുക, ഫോൺ വിളിച്ച് പറയുക, ജനപ്രതിനിധികളെ കൊണ്ട് പറയിക്കുക. ജനപ്രതിനിധി ഇവിടുത്തെ MLA പറഞ്ഞു, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. എല്ലാ രംഗങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അതൊന്നും മാനിക്കാതെയും ഗവനിക്കാതെയും ഞങ്ങൾ ധാർഷ്ട്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ഒരു മാർഗം കൂടി ശ്രമിച്ചു നോക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇത് നിങ്ങൾ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ അധികാരികളിൽ എത്തിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുവാൻ. നമ്മുടെ ഈ ഒരു ചാനൽ ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ചാനലല്ല. പക്ഷേ ഇത്തരം ഒരു അതിക്രമം നമ്മുടെ കൺമുമ്പിൽ നടക്കുമ്പോൾ നമ്മളിത് അറിഞ്ഞപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇതൊരു വാർത്താ ചാനലോ ഇത് പരാതികൾ സമർപ്പിക്കുന്ന ഒരു ചാനലും അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അധികാരികളിലേക്ക് എത്തുന്നതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഷെയർ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അധികാരികളിലേക്ക് എത്തട്ടെ. ഈ ഒരു പ്രശ്നത്തിന് തികച്ചും ന്യായമായിട്ടുള്ള ഒരു പരിഹാരം അവരുടെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി.